Hi, hello all. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഐ ആം നീതു. സോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ് ബാമിൻ്റെ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫേവറേറ്റ് എന്ന് പറയുമ്പം ഞാൻ 1 ഇയർ ആയിട്ട് യൂസ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള 5 ലിപ് ബാംസില ഓരോന്നിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന് എങ്ങനെയുണ്ട്, എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടോട്ടലി ഞാൻ ഈ ഒരു 5 ലിപ് ബാമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അയ്യോ, ഒരു മിനിറ്റ്, പിരിഞ്ഞൊക്കെ പോകുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഇതിലിപ്പോൾ ഏത് ലിപ് ബാം എടുക്കാം? ഓക്കെ, ആദ്യം നമുക്ക് എനിക്ക് തോന്നുന്നു ഡോട്ട് ആൻഡ് കീയുടെ 2 ലിപ് ബാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം. ഇതിൽ ഒരു ടിന്നിൽ വരുന്ന ഒരു ലിപ് ബാം കൂടെ ഉണ്ട്. ആക്ച്വലി അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നതാണെന്ന്. ഇവിടെ കുഞ്ഞുങ്ങളാണ്ട് കയറിയപ്പോൾ അവരതെടുത്ത് കളിക്കാൻ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു, കാരണം തീർന്ന ഡബ്ബയായിരുന്നു. സോ അത് ഞാൻ വേണമെങ്കിൽ ഈ ചൈൽഡിൽ ആ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ. കാരണം സോറി, ഞാൻ അതെടുത്ത് വെച്ചിരുന്നതാണ്. ഇവർ കുട്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ അത് പോയതാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയ്യിലുള്ള ലിപ് ബാം വെച്ച് പറയാം. ഞാൻ അതിൻ്റെ റിവ്യൂ ഇടണമെന്ന് വെച്ചിരുന്നതാണെന്ന്, പക്ഷെ അത് എവിടെ പോയത് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും താഴെ കാണുമായിരിക്കും, അല്ലെങ്കിൽ അവരെടുത്ത് കളിക്കുന്നത് കൊണ്ടിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്കിപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ പറയാം. സോറി, അതിൻ്റെത് ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും. സൈഡിൽ ഞാൻ പിക്ചർ ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പിരിഞ്ഞു പോയ സംഭവം തന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ XPF 50 വരുന്നൊരു ലിപ് ബാമാണ്. ഇത് എനിക്ക് തോന്നുന്നു മിക്കുള്ളൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് സെറാമൈഡും പെപ്റ്റൈഡുമാണ്. റെഡ് റൊമാൻസ് ആണ് ഷെയ്ഡ്. ഈ ഒരു ലിപ് ബാമിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ഡ്, അതായത് നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടിരിക്കുന്ന ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷേ ഞാൻ സെലക്ട് ചെയ്തത് റെഡ് റൊമാൻസ് ആണ്, കാരണം നല്ല കളറൊക്കെ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡാണ് എല്ലാവർക്കും അതുകൊണ്ട് ഈ ഷെയ്ഡാണ് ഞാൻ എന്ത് ചെയ്തത്, മേടിച്ചത്. ഞാനിപ്പോൾ ചുണ്ടിൽ ഇട്ടേക്കുന്നതും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഓഫ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇതിൻ്റെ റിവ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ്. അതായത് നമ്മൾ ചുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ഒക്കെ ആയിട്ടുള്ള ചുണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കാൻ കുറച്ചുകൂടെ. ഓക്കെ, സോ എനിക്ക് ഈ ലിപ് ബാം കൊണ്ട് ഏറ്റവും വലുതായിട്ടുള്ള ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത് നല്ല ഹൈഡ്രേഷൻ തരുന്നു എന്നതാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊന്നും മാറ്റുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹൈഡ്രേഷൻ ആണ് ഞാൻ കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ ഇവർ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സെറാമൈഡും പെപ്റ്റൈഡുമാണ്. സോ അത് നമ്മുടെ ലിപ്പിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ല രീതിയിൽ അത്യാവശ്യം ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിപ് ബാമായിട്ടാണ്. പിന്നെ നല്ല കളറുണ്ട്. ലോങ് ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഈ ലിപ് ബാം അല്ലേ, ലിപ്സ്റ്റിക് അല്ലല്ലോ. സോ ലോങ് ലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ് ഇച്ചിരി മാത്രം നിൽക്കും, പക്ഷേ ആ ഒരു ഹൈഡ്രേഷൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ചുണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ. ഇതിന് ഞാനൊരു 5ൽ 4 മാർക്ക് കൊടുക്കും. എനിക്കിഷ്ടമായിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഈ ഒരു ലിപ് ബാമിൽ പിഗ്മെൻറ്റേഷൻ പോകുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും നോക്കുകയാണെങ്കിൽ ഗുഡ് ലിപ് ബാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലിപ് ബാം നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ റോൾ ഓൺ ലിപ് ബാമാണ്. ഇതിലും XPF 50 വരുന്നതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാഞ്ഞു പോകുന്നു. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ റോളാണിത്. ഈ ഒരു സംഭവം, ഈ സംഭവത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ കണ്ടു ലിക്വിഡ് രീതിയിലാണ് വരുന്നത്. ചുണ്ടിലിടുമ്പോൾ ലിക്വിഡ് പോലെ ഇരിക്കും. ഇതിൽ എന്നാൽ ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, പ്ലസ് നല്ല കളറുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ചെറിയ നല്ലൊരു ഹൈഡ്രേഷൻ ഗ്ലൗസി ഫീൽ ഉണ്ടോ. അതായത് ഇതിൽ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലിപ്സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കോളേജ്
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അടുത്തുള്ള ഇതിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. കാരണം ഇത് ബെസ്റ്റ് ഫോറാണ് കേട്ടോ. അത് നമുക്ക് ചുണ്ട് ഹൈഡ്രേറ്റഡ് ആക്കിയും വെക്കും, എന്നാൽ നല്ല രീതിയിൽ അത്യാവശ്യം കളറും ഉണ്ട്. ഇപ്പോൾ ചിലർക്കുണ്ട് നല്ല കളറും വേണം എന്നാൽ ലിപ്സ്റ്റിക് ഇടാനും വയ്യ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ലിപ് ബാം ഞാൻ സജസ്റ്റ് ചെയ്യും. ഇതെനിക്ക് ഏറ്റവും ഞാൻ കൂടുതൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളായിരുന്നു, പക്ഷേ ഈ ഒരു ലിപ് ബാം കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ് ബാമിന് ഞാൻ 5ൽ 5 കൊടുക്കും. എനിക്ക് എല്ലാ തരത്തിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമാണ് കേട്ടോ ഇത്, ഡോട്ട് ആൻഡ് കീയുടെ. എനിക്ക് ട്യൂബിൻ്റെയും ഇഷ്ടം ഇതാണ്. കാരണം ഞാൻ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വന്നിട്ടുള്ളത് ഈ റോൾ ഓൺ തന്നെയാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞേ അതിന് 5 നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ്. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാനായിട്ട് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ചുണ്ടിൽ ഞാൻ ആദ്യമായിട്ട് ഫോക്കസ് ആകുന്നുണ്ട്. ഓക്കെ, എൻ്റെ ചുണ്ടിൽ ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം എന്ന രീതിയിൽ ഇതാണ്. ഇതൊരു 3 ഇയറോ 2 ഇയറോ ഞാൻ അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് ആയുർവേദ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയ ഒരു ലിപ് ബാമായിരുന്നു കേട്ടോ ഇത്. ചുണ്ടിൽ എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ചുണ്ടിൽ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ബാമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ലിപ് ബാമാണ്. സോ ഇതിന് ഞാൻ 5ൽ ആ ഒരു ടൈമിൽ 5 കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ ഡോട്ട് ആൻഡ് കീ വന്നതിന് ശേഷം എനിക്കിതിൽ 5ൽ ഒരു 3 ഒക്കെ കൊടുക്കാൻ പറ്റും. പിഗ്മെൻറ്റേഷൻ മാറുന്നുണ്ട്, പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലിപ് ബാമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊരു യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതൊട്ടും പറ്റത്തില്ല, നമ്മൾ ചുണ്ടിനൊട്ടും അഡ്ജസ്റ്റ് ആവത്തില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ബാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാണ്ട് ചുണ്ടി പുരട്ടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റിക്കിനെസ് പോലെ ഉണ്ട്, റെഡ് കളർ. അത് ചുണ്ട് ഇവിടെയൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ അതാകെ വൃത്തിയിടാണ്. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കണ്ടാലും നമ്മളെ ചുണ്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വൃത്തിയിടായിട്ട് തോന്നും. സോ അതുകൊണ്ട് ഈ ലിപ് ബാം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇത് പകുതി ആയപ്പോഴാണ് പിന്നെ ഇത് ലോഞ്ച് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ എനിക്കിത് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നല്ല വർക്ക്ഡ് ആവും കേട്ടോ. പിഗ്മെൻറ്റേഷൻ കുറച്ച് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ഞാൻ 5ൽ 3 കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിപ് ബാം കാണാം. ഓക്കെ, നെക്സ്റ്റ് ലിപ് ബാം ഞാൻ പറയുന്നത് ഞാൻ ഡബ്ബയിൽ കാണാനില്ലാത്തത് അത് ഞാനിപ്പോൾ ലാസ്റ്റ് പറയാം കേട്ടോ. കാരണം കാണാനില്ലാത്തല്ലോ, ഉള്ളത് പറയാം. നെക്സ്റ്റ് ഈ ഒരു വിഷ്കേൻ്റെ ലിപ് ബാമാണ്. ഇതിൻ്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിയിട്ട് 1 വീക്കേ ആയിട്ടുള്ളൂ. സോ ഈ 1 വീക്കിനുള്ളിൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ റിസൾട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്നിലായാലും ലിപ്പിലായാലും ഒരു പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോട്ട് ആൻഡ് കീൻ്റെ അത്ര കളറും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത്. എന്ന് വെച്ചാൽ ഞാൻ കാണിക്കട്ടെ, ലൈറ്റ് ഷെയ്ഡാണ്. കാരണം നിങ്ങൾക്ക് ക്യാമറയിൽ പോലും കാണുന്നില്ല, കാരണം അത്ര ഷെയ്ഡില്ല ഇതിന്, കളർ അത്ര ഇല്ല. പക്ഷേ നല്ല ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമാണ് കേട്ടോ. നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് ചുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോജിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് ലിപ്പ് ഒരുവിധം എന്താക്കുമെന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുമെന്നാണ് ഞാൻ മിക്ക യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയും കേട്ടോ. ഇത് മൊത്തം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മാർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, റേറ്റിംഗ് കൊടുത്തിട്ടില്ല, കൊടുക്കാം, യൂസ് ചെയ്തിട്ട് പറയാം. വെള്ളം കഴിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഞാൻ അങ്ങനെ ആരും പറഞ്ഞിട്ട് ട്രൈ ചെയ്ത ഒരു പ്രോഡക്റ്റ് അല്ല, ലിപ്സ് എന്ന് പറയുന്ന ഒന്നാണ്. ഇതിനകത്ത് വെള്ളം കുടിച്ചോട്ടെ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ ഇത്. ആക്ച്വലി എൻ്റെ ചുണ്ട് നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഇടാൻ. പക്ഷേ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഇടാറൊന്നുമില്ല. നൈറ്റ് കിടക്കുന്ന ടൈമിൽ ഇത് ഇടാറുണ്ടായിരുന്നേ. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു ലിപ് ബാമാണിത്. നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ കുറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ലിപ്പാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിക്കാൻ ഈ ലിപ് ബാം സഹായിക്കുന്നുണ്ട്. സോ ഇത് 5ൽ 4 ഞാൻ കൊടുക്കും.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലിപ് ബാം എന്ന് പറയുന്നത് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഫോട്ടോ. അപ്പോൾ ആ ഒരു ലിപ് ബാമാണ് നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ ഡപ്പയിൽ വരുന്ന, മീൻസ് ടിന്നിൽ വരുന്ന ഒരു ലിപ് ബാമാണ്. ഇതെന്ന് പറയുന്ന ഒരു നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. എനിക്ക് ഈ ഒരു ആ ഒരു ലിപ് ബാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നല്ല പ്ലംബിങ് ലിപ് ബാം എന്ന് നമുക്കൊക്കെ വിളിക്കാം കേട്ടോ. കാരണം രാവിലെ നമ്മൾ ഇന്ന് രാത്രി ഇട്ട് കിടക്കുകയാണെങ്കിൽ നാളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ നമ്മൾ ചുണ്ടൊക്കെ ഇങ്ങനെ തടിച്ച് വിയർത്ത് നല്ല നല്ല പ്ലംബിങ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നല്ല ഭംഗിയാണ്, നമ്മൾ ചുണ്ട് കാണാൻ നല്ല ഹൈഡ്രേറ്റഡ്, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് വെച്ച് നമ്മുടെ സ്കിന്നിന് നല്ല പ്ലംബിങ് ആക്കി നല്ല സ്വീറ്റ് ആക്കി വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു ലിപ് ബാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതും എനിക്ക് 5-4 ഞാൻ കൊടുക്കും. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു ലിപ് ബാമാണ് കേട്ടോ. 5-5 കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ പറയും, അത് എനിക്ക് പറയാനില്ല. അതെന്ന് ഞാൻ പറയും, നല്ലതാണ് കേട്ടോ അവരുടെ പ്രോഡക്റ്റ്സ്, നല്ലതാണ്. എനിക്കത് ലിപ് ബാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സോ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ ലിപ് ബാം ഞാൻ കൂടുതലും ഡോട്ട് ആൻഡ് കീയുടെ ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മിക്ക ലിപ് ബാംസും അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ടിനിലെ ലിപ് ബാം എനിക്ക് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണ്. നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ലിപ് ബാം തന്നെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സീ യു അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.